രാജീവേട്ടന്റെ കാര്യം പറയുകയാണെങ്കിൽ രാജീവേട്ടൻ നമ്മുടെ മലയാള സീരിയൽ ഇൻഡസ്ട്രിയിൽ തന്നെ വന്ന സമയത്ത് തന്നെ ഭയങ്കര ചർച്ചാ വിഷയമായിരുന്നു. ഒരു ചോക്ലേറ്റ് ബോയ് വരുന്നു, ആ ഹീറോയിനെ എല്ലാവരും ഇഷ്ടപ്പെടുന്നു. അങ്ങനെ ആക്റ്റീവ് അല്ലല്ലോ, അതുകൊണ്ടാണ് ചേട്ടന് ഒരുപാട് ഇങ്ങനെ മെസ്സേജസ് വരാതെ. പക്ഷെ ഒരുപാട് ലവ് ലെറ്റേഴ്സ് ഒക്കെ വന്നിരുന്നു ബൈ പോസ്റ്റ്. ഞാൻ അഭിനയം തുടങ്ങിയത് ദൂരദർശന്റെ സമയത്ത്. അതെ, അതാ പറഞ്ഞത്. വയസ്സ് ചോദിക്കരുത്, വയസ്സ് ചോദിക്കുന്നില്ല, ഊഹിച്ചോളം. അപ്പൊ അങ്ങനെ ആ ദൂരദർശനിൽ എനിക്ക് തോന്നുന്നു എന്റെ ആദ്യത്തെ സീരിയല് മനോജ് ബാബു എന്ന് പറഞ്ഞിട്ടൊരു ഡയറക്ടറാണ്. അദ്ദേഹം ഇല്ല, ജീവിച്ചിരിപ്പില്ല. കഥ പറയുന്ന കണ്ണുകൾ, കഥ പറയുന്ന കണ്ണുകൾ എന്ന് പറഞ്ഞൊരു സീരിയലാണ് ദൂരദർശനിലെ. അന്ന് ഡെയിലി ഇല്ല, എനിക്ക് തോന്നുന്നു വീക്കിലി ആണ്. അതായിരുന്നു എന്റെ ആദ്യത്തെ പ്രോജക്റ്റ്. അതെങ്ങനെയായിരുന്നു? അതായത് ചുറുചുറുക്കുള്ള കോളേജ് കുമാരൻ, അതൊരു ഹീറോ ക്യാരക്ടർ ആയിരുന്നില്ല അത്. എനിക്ക് തോന്നുന്നു അന്ന് നമ്മുടെ ടോണിയാണ് അതിനകത്ത് ഹീറോ ആയിട്ട് അഭിനയിച്ചത്. അപ്പോൾ ടോണി ഒരു സെക്കൻഡ് ഹീറോ എന്ന് വേണമെങ്കിൽ പറയാം. അങ്ങനെ ഒരു ക്യാരക്ടറായിരുന്നു. പക്ഷേ ആ സമയത്ത് അതൊരു എനിക്ക് തോന്നുന്നു ഞാൻ അങ്ങനെ പ്രതീക്ഷിച്ച് വന്നതല്ല. കാരണം എൻ്റെ ഒരു ഫ്രണ്ടുണ്ട്, മനക്കൽ ടൂറിസ്റ്റ് ഹോം എന്ന് പറഞ്ഞിട്ടൊരു ടൂറിസ്റ്റ് ഹോം ഉണ്ട് എറണാകുളത്ത്. അപ്പോൾ അത് സീരിയൽ ക്യാമ്പാണത്. അപ്പോൾ അവിടെ ഞാൻ ഓണറുടെ ഫ്രണ്ട് അല്ല, എൻ്റെ ഓണർ എൻ്റെ ഫ്രണ്ടാണ്. അപ്പോൾ അവനെ കാണാനായിട്ട് ഞാൻ ആ ഹോട്ടലിൽ പോകുമായിരുന്നു. അങ്ങനെ ഒരു ദിവസം പോയപ്പോൾ ഇതിൻ്റെ ഡയറക്ടർ മനോജ് ബാബു എന്നെ കണ്ടിട്ട് ഈ എൻ്റെ ഫ്രണ്ടിൻ്റെ അടുത്ത് പറഞ്ഞു, സുനിൽ മനക്കൽ എന്ന് പറഞ്ഞിട്ട് എൻ്റെ ഒരു ഫ്രണ്ടാണ്. ഫ്രണ്ടിൻ്റെ അടുത്ത് പറഞ്ഞു, പുള്ളിക്ക് നമ്മുടെ ഇതിനകത്തൊരു ക്യാരക്ടർ വരണമുണ്ട്, അപ്പോൾ അത് അഭിനയിക്കാൻ താല്പര്യമുണ്ടോ എന്ന് ചോദിക്കാൻ പറഞ്ഞു. അങ്ങനെ എന്നോട് ചോദിക്കാൻ പറഞ്ഞു. സുനിൽ എന്നോട് ചോദിച്ചു. ഞാൻ അപ്പോൾ നമുക്ക് ഇതൊന്നും ഏഴായിലക്കത്തോടെ പോയിട്ടില്ല. ഞാൻ പറഞ്ഞു, അയ്യോ ഒരിക്കലും ഇല്ല, നമുക്ക് അഭിനയം എന്ന് പറയുന്ന സംഭവമേ എൻ്റെ മനസ്സിലില്ല എന്നൊക്കെ പറഞ്ഞു. അങ്ങനെ വിട്ടു. അപ്പോൾ പുള്ളി പറഞ്ഞു, ഒന്നുമില്ല, ഞാൻ പറയുന്ന പോലെ അങ്ങ് ചെയ്താൽ മതി ഇതൊക്കെ പറഞ്ഞു. പുള്ളിയുടെ മുമ്പിൽ നിന്ന് സംസാരിച്ച്, ഡയറക്ടറുടെ മുമ്പിൽ നിന്ന് സംസാരിച്ച് എല്ലാം കഴിഞ്ഞു. ഞാൻ പറ്റില്ല എന്ന് പറഞ്ഞ് തിരിച്ചു പോന്നു. പിറ്റേ ദിവസം രാവിലെ 7 മണിയായപ്പോൾ സുനിൽ എൻ്റെ വീട്ടിൽ വന്നു. എന്നിട്ട് പറഞ്ഞിടാ, നീ വാ, എന്തായാലും ലൊക്കേഷനിലേക്ക് ഇന്ന് വാ, വെറുതെ നമുക്ക് പോയിട്ട് വരാമെന്നൊക്കെ പറഞ്ഞു. അങ്ങനെ പോയി നിന്ന് അഭിനയിച്ചതാണ് എൻ്റെ ആദ്യത്തെ അഭിനയം. ഈ ആദ്യമായിട്ട് അഭിനയിച്ച സമയത്ത് ഒരു കഥ എല്ലാവരും വന്നപ്പോൾ ഇവിടെ പറഞ്ഞതാണ്. അതായത് ചേട്ടൻ ആദ്യമായിട്ട് അഭിനയിച്ച സമയത്ത് ചേട്ടനെ പിടിച്ചു കെട്ടിയിട്ടാണ് ക്ലോസ് ഒക്കെ വെച്ചതെന്ന്. അതെന്താന്ന് വെച്ചാല്, ഇപ്പോൾ സീരിയല് അറിയാവുന്നവർക്ക് അറിയാം, ഇത് നമ്മൾ ടൈറ്റ് ക്ലോസ് വെക്കാന്ന് പറയും. ടൈറ്റ് ക്ലോസ് വെക്കാന്ന് പറഞ്ഞാൽ ഇത്രയേ ഉള്ളൂ ഫേസ്. അപ്പോൾ ഇത്രയും ടൈറ്റ് ക്ലോസ് വെച്ചിരിക്കുന്ന സമയത്ത് എനിക്ക് ഒരു വലിയ ഡയലോഗ് തന്നു. അപ്പോൾ എന്നോട് സീനൊക്കെ നേരത്തെ തന്നിട്ട് പറഞ്ഞു, ഈ ഡയലോഗ് ഒന്ന് പഠിക്കാൻ പറഞ്ഞു. അപ്പോൾ ഞാൻ ഡയലോഗൊക്കെ കാണാപാഠം പഠിച്ച് പ്രോംപ്റ്റിംഗ് ഇല്ലാതെ പറയാണ്. അപ്പം ഞാൻ വന്ന് റെഡി, ഓക്കെ അല്ലേ ചോദിച്ചു. ഓക്കെയാണ്, ടേക്ക് എന്നൊക്കെ പറഞ്ഞ് ആക്ഷൻ എന്ന് പറഞ്ഞ ഉടനെ ഞാൻ ഡയലോഗ് തുടങ്ങി. പടപടാ എന്ന് പറഞ്ഞ് ഡയലോഗ് പറയാ. അപ്പോൾ ഇവരൊക്കെ നിന്ന് ഭയങ്കര ചിരിയാ. അപ്പോൾ ഇവിടെയാണ് പൊസിഷൻ എന്ന് കൂട്ടിയോ. ഞാൻ ഡയലോഗ് പറഞ്ഞ് 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 ഏതാണ്ട് 1 കിലോമീറ്റർ അപ്പുറയായി ഫ്രെയിമിലും. അതെ അതെ. അപ്പോൾ അങ്ങനെയൊക്കെ വന്നപ്പോൾ ഇവര് ഭയങ്കര ചിരി. അപ്പോൾ എന്നോട് രണ്ടാമതും പറഞ്ഞു, റോഷൻ അനങ്ങരുത്, അനങ്ങാതെ അധികം മൂവ്മെൻ്റ് ഒന്നും പാടില്ല, ഡയലോഗ് പറയാൻ പറഞ്ഞു. വീണ്ടും പറഞ്ഞു, മൂന്നാമതും പറഞ്ഞു, നാലാമതും പറഞ്ഞു. എനിക്ക് ഈ അനങ്ങാതെ പറയാൻ പറ്റണില്ല. പിന്നെ ഡയറക്ടർ പറഞ്ഞൊരു കാര്യം ചെയ്യാം, ഞാനൊരു സൂത്രം കാണിച്ചു തരാമെന്ന് പറഞ്ഞു. അദ്ദേഹം ഈ സൈഡിൽ നിന്ന് ഇങ്ങനെ വന്നിട്ട് ഇങ്ങനെ പിടിച്ചു, ഇപ്പുറത്തുനിന്ന് ഒരാളിങ്ങനെ പിടിച്ചു. ഇനി അനങ്ങരുത്, ഇനി നേരെ നോക്കി അവിടെ ഓപ്പോസിറ്റ് ആർട്ടിസ്റ്റ് നിൽക്കുന്നുണ്ട്, നേരെ നോക്കി അങ്ങ് പറയാൻ പറഞ്ഞു. അങ്ങനെ നേരെ നോക്കി പിന്നെ ഒരൊറ്റ പറച്ചിലാ. അതെ, ഓക്കെ. ഈ ആരതിക്ക് അങ്ങനെ എന്തെങ്കിലും ഇതുപോലെ മനോഹരമായ ആചാരങ്ങൾ എന്തെങ്കിലും ജീവിതം സംഭവിച്ചിട്ടുണ്ടോ? ഇല്ല. ആദ്യം മലയാളത്തിലാണോ വന്നത്, ആദ്യം തമിഴാണോ? മലയാളം തന്നെ. മലയാളത്തിൽ തന്നെ. എന്തൊക്കെയാണ് പുതിയ വിശേഷങ്ങൾ എന്ന് പറയൂ. പുതിയ വിശേഷം, ഞാൻ മനസ്സിനക്കരയിൽ വർക്ക് ചെയ്തോണ്ടിരിക്കുകയായിരുന്നു. ഇപ്പൊ ഞാൻ ജോബിന് നോക്കുന്നുണ്ട്, എബ്രോഡ് ജോബിന്. പോകാൻ പോവാണ്. അതെ അതെ. ഇവിടെ ഇഷ്ടപ്പെടുന്നില്ല? ഇല്ല. ക്ലൈമറ്റ്, ഡസ്റ്റ്, യുനോ ഒന്നും സെറ്റ് ആവുന്നില്ല അല്ലേ? അങ്ങനെയല്ല, എനിക്ക് പണ്ടേ ആഗ്രഹം ഉണ്ടായിരുന്നു പുറത്ത് പോയി ജോലി ചെയ്യണമെന്ന് ആഗ്രഹം ഉണ്ടായിരുന്നു. പിന്നെ ഇതിലോട്ട് ഞാൻ പ്രതീക്ഷിക്കാണ്ട് വന്നതാ. ഒരു 18 വയസ്സിൽ പ്രതീക്ഷിക്കാതെ വന്നതാ. അങ്കിള് റൈറ്ററാ, ഞാറക്കൽ ഭരതൻ. അപ്പോൾ അങ്കിൾ എൻ്റെ അടുത്ത് ഇങ്ങനെ വിളിച്ചിട്ട് പറഞ്ഞു, ഒരു ആൽബം ചെയ്യാനുണ്ട്, നീ വന്ന് ചെയ്യണമെന്ന് പറഞ്ഞു. അന്ന് എനിക്ക് ക്യാമറയുടെ മുന്നിൽ വന്ന് നിൽക്കാനുള്ള ധൈര്യമോ ഒന്നും അറിയില്ല. അങ്കിള് വിളിച്ചിട്ട്, കുറച്ച് ടീനേജ് ചേട്ടന്മാരാ ചെയ്യുന്നേ, അവിടെ വന്നിട്ട് ജസ്റ്റ് ഒന്ന് നിന്നാൽ മതി, അങ്ങനെ വന്ന് നിന്നാൽ മതി. ഞാനിങ്ങനെ വന്ന് നിൽക്കുമ്പോൾ അവിടെ ഇരിക്കണ ചേട്ടന്മാർ ഇതിനെ ആരാ വിളിച്ചോണ്ട് വന്ന് ക്യാമറയുടെ മുന്നിൽ വന്ന് നിന്ന് കൈ കാണിച്ചു കഴിഞ്ഞാൽ എനിക്കറിയത്തില്ല, എനിക്കൊന്നും റിയാക്ഷനൊന്നും വരുന്നില്ല. അങ്ങനെ ഞാൻ പോയി കരഞ്ഞു. അങ്കിളുടെ അടുത്ത് പറഞ്ഞു, അങ്കിളെ ഇനി ഞാൻ വരത്തില്ല, എനിക്ക് ക്യാമറയുടെ മുന്നിലൊന്നും വന്ന് നിൽക്കാൻ പറ്റത്തില്ല, ആ ചേട്ടനൊക്കെ ചെയ്യുന്ന പോലെ ഒന്നും എനിക്ക് ചെയ്യാൻ പറ്റത്തില്ല എന്ന് പറഞ്ഞ്. അങ്ങനെ അങ്കിള്, ഞാനത് സ്റ്റോപ്പ് ചെയ്തു, ആ ആൽബം സ്റ്റോപ്പ് ചെയ്തിട്ട് അവർ വേറെ ആളെ വെച്ചൊക്കെ പിന്നീട് ചെയ്തു.
അതിനുശേഷം പിന്നെ സന്തോഷ് കുട്ടമ്മ സാറ് ഡയറക്റ്റ് ചെയ്യുന്ന സീരിയലിൽ ഒരു വേഷം ചെയ്യാൻ വിളിച്ചു. അന്നും അന്നും കുറേ ചീത്ത കേട്ടു. ചീത്ത കേട്ടു. പക്ഷെ ഒരു ഉച്ചയൊക്കെ ആയപ്പോൾ ഞാൻ റെഡിയായി. ഞാൻ പിന്നീട് എന്നെ ചീത്ത വാശിയായിട്ട് ഞാൻ എടുത്തു. ഇല്ല, എന്നെ ചീത്ത വിളിച്ചു. അപ്പൊ ഞാൻ അങ്കിളിനെ വിളിച്ചിട്ട് ഈ ഡയറക്ടറും എന്നെ ചീത്ത വിളിക്കും, ഞാൻ എന്താ ചെയ്യേണ്ടത്? കൈ കാണിച്ചിട്ട് എന്നോട് ഡയലോഗ് പറയാൻ പറഞ്ഞാൽ എനിക്ക് അറിയത്തില്ല എന്ന് പറയും. എനിക്ക് ആള് വേണം, ഞാൻ അല്ലാണ്ട് അഭിനയിക്കില്ല. പക്ഷെ അവർ ഉച്ച കഴിഞ്ഞപ്പോഴത്തേക്കും ശരിയായി. റോഷൻ ചേട്ടനെ പിടിച്ചു കെട്ടേണ്ടി വരുന്നു. ഇവിടെ അതും പറ്റാതെ പോയി. ഇപ്പൊ ഏകദേശം എത്ര സീരിയൽ ചെയ്തിട്ടുണ്ടാവും? 9 സീരിയൽ. 9 സീരിയൽ ചെയ്തു. അടിപൊളി. 10ാമത്തെ സീരിയൽ ചെയ്യുന്നതിന് മുൻപ് അബ്രോഡിൽ പോവാണ്. അതെയോ ഇനി ഞങ്ങളെ പറ്റിച്ചിട്ട് ബോളിവുഡ് ഹോളിവുഡിലേക്ക് പോകാൻ വേണ്ടിയിട്ടുള്ള മുങ്ങലാണോ? നോ, അല്ല, അഭിനയമല്ല, ജോബ് തന്നെയാണ്. ജോബ് തന്നെയാ. അഭിനയം എനിക്ക് ഇഷ്ടമാണ്. ഏത് നാട്ടിലേക്കാ പോകുന്നത്? എവിടെയാണ് പ്രിഫർ ചെയ്യുന്നത്? അമേരിക്ക. ഞങ്ങൾ ഇടയ്ക്ക് ഷോസിന് അമേരിക്കയിൽ വരുമ്പോൾ ഒരു ഇത്തിരി കഞ്ഞി കുടിക്കാൻ ആഗ്രഹം തോന്നുമ്പോൾ നമ്മൾ വിളിക്കും. അപ്പൊ കഞ്ഞി വെച്ച് തരാം. ഉറപ്പായും. ഓക്കെ. ചേട്ടൻ ഇടയ്ക്ക് അഭിനയത്തിൽ ഭയങ്കര സജീവമായിരുന്നു, പിന്നെ ഇടയ്ക്ക് കാണുന്നില്ല, ബിസിനസ്സിലേക്ക് സജീവമായി, പിന്നെ വീണ്ടും അഭിനയത്തിലേക്ക്. ഇതെന്താ ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും? അങ്ങനെ സംഭവിക്കാൻ കാര്യം എന്താണെന്ന് വെച്ചാൽ നമ്മൾ സീരിയലിന്റെ സ്വാസിക്ക് അറിയാമല്ലോ, സീരിയലിനെ നമുക്ക് കിട്ടുന്ന ക്യാരക്ടേഴ്സ് ഏതാണ്ട് ഒരു ടൈപ്പ് ക്യാരക്ടേഴ്സ് ആയിരിക്കും. നമ്മുടെ ഒരു പാവം പിടിച്ച ഒരു ക്യാരക്ടർ, അല്ലെങ്കിൽ ഇപ്പോൾ പുറത്തിറങ്ങുമ്പോൾ ചിലരെ എന്നോട് ചോദിക്കണ്ടേ എന്ത് മണഗുണാപ്പൻ ക്യാരക്ടറാണ്. അപ്പോൾ അങ്ങനത്തെ ക്യാരക്ടേഴ്സാണ് എനിക്ക് കൂടുതൽ വരുന്നത്. അപ്പോൾ അങ്ങനെ ഒരു ടൈപ്പ് ആയപ്പോഴത്തേക്കും നമുക്കൊരു മടുപ്പ് വന്നു. പിന്നെ ഫാമിലിക്കും അങ്ങനെ ഒരു താല്പര്യം വന്നു നമുക്ക് എബ്രോഡ്. അപ്പോൾ വൈഫിൻ്റെ സിസ്റ്ററൊക്കെ അവിടെയാണ്, ദുബായിലാണ്. അപ്പോൾ അങ്ങനെ ഒരു ആഗ്രഹം വന്നു, ഒരു ബിസിനസ്സായിട്ട് നമുക്ക് അവിടെ സെറ്റിൽ ചെയ്യാം എന്നുള്ള രീതിയിൽ അങ്ങനെ പോയ പോക്കാണ് ഒരു റെസ്റ്റോറൻറ്റ് തുടങ്ങി പോയ പോക്ക്.